ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്, അതായത് നാടൻ ചിക്കൻ ഉലർത്തിയതാണ്. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ചിക്കൻ ഉലർത്താണിത്. ഇതിൻ്റെ പ്രത്യേകത പെരിഞ്ജീരകവും കുരുമുളകും മാത്രമാണ് ഹോൾ മസാലയെന്ന് ചേർക്കുന്നത്. ഗരം മസാലയോ വേറെ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. വെള്ളമെല്ലാം നല്ലവണ്ണം പിഴിഞ്ഞ് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് 1 കിലോ വെച്ചിരിക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് 5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണത്, 5 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്തത് 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലോട്ടിട്ട് കൊടുത്ത് ഇനി ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാൻ ചേർത്തത് ചെറുനാരങ്ങ ഒരെണ്ണമാണ് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചത്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് 1 മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ അരമണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ചൂടായ പാനിലോട്ട് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 15 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് ഇതൊന്ന് വഴറ്റാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, അതായത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിക്കനിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത്, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എന്നിവ ചേർത്ത് വഴറ്റുകയാണ്. 1 മിനിറ്റോളം വഴറ്റ് എടുക്കണം. അതിനുശേഷം നമുക്ക് 2 വറ്റൽമുളക് കൂടി ചേർക്കാം. പിന്നെ വഴന്ന് വന്ന ഈ മിക്സ് നമുക്കൊരു ബൗളിലോട്ടെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ചിക്കൻ ഉലർന്ന് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള സീസണിംഗ് ആണ്. ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത ശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റാണ് കുക്കിംഗ് ടൈം എനിക്കിത് എടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് വേവിക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വെള്ളം കുറേശ്ശെ വരും, ആ വെള്ളം മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി. അതായത് കുറച്ചുകൂടി ഇത് വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇനി തുറന്നിട്ടിട്ട് വേവിക്കാം. ഞാൻ നല്ലവണ്ണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതാണ് ചിക്കനിൽ നിന്ന്, എന്നാലും കുറേശ്ശെ പുറത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് തുറന്നിട്ട് വേവിക്കുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സീസണിംഗ് ആണ്. അതായത് ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്തെല്ലാം മൊരിയിപ്പിച്ച് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഈ മൊരിഞ്ഞ ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം ഈ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാനായിട്ടാണ് നമ്മൾ 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഉലർത്ത് തയ്യാറായി കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.